ഐ ആം വർക്കിംഗ്. ഇംഗ്ലീഷ് ഗ്രാമറിലെ 12 ബേസിക് ടെൻസിൻ്റെ ഓവർവ്യൂ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി. ഇന്നത്തെ ക്ലാസ്സിലെ 12 ബേസിക് ടെൻസസിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ്. ഉദാഹരണത്തിന് വെർബിൻ്റെ ഏത് ഫോം ഉപയോഗിക്കാം, ഫസ്റ്റ് ഫോം ആണോ, സെക്കൻഡ് ഫോം ആണോ, തേർഡ് ഫോം ആണോ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്രോനൗൺസ് ആയിട്ടുള്ള ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് ടെൻസസിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കും. ഉദാഹരണത്തിന് സിമ്പിൾ പ്രസന്റ് കേസിൽ എടുത്ത് നോക്കിയാൽ ഐ വന്നാൽ വർക്ക് വരും, യു വന്നാലും വർക്ക് വരും, പകരം ഹി വന്നാൽ വർക്ക്സ് വരും, അവസാനം ഒരു എസ് ആഡ് ചെയ്യും വെർബിൻ്റെ കൂടെ. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ 12 ടെൻസസിലും എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. വെർബിനെ ബേസിക്കലി 3 ആയിട്ട് തരംതിരിക്കാം: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇതിലെ പ്രസന്റ് ടെൻസിനെ വീണ്ടും ഫർദർ ആയിട്ട് ക്ലാസിഫൈ ചെയ്താൽ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പ്രസന്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഐ വർക്ക്, ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. ഒരു ഹാബിറ്റ് പറയാനാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക. ഐ എന്ന് പറയുന്നത് ഞാൻ, ഒരു പ്രോനൗൺ ആണ്. ഇതിൻ്റെ കൂടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചു, വർക്ക്. ഇതിൽ ഡീറ്റെയിൽ മനസ്സിലാക്കാനുള്ളത് സിമ്പിൾ പ്രസൻറ്റ് കേസിൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുക. ഡയറക്റ്റ് ആയിട്ട് എക്സാമ്പിളിലൂടെ പഠിച്ചാലേ പെട്ടെന്ന് പഠിക്കാൻ കഴിയും. ഈ വെർബിൻ്റെ കോംപ്ലിക്കേറ്റഡ് ടെർമിനോളജിയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് ഐ വർക്ക് എന്ന് വരും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഡിഫറെൻറ്റ് പ്രോനൗൺസ് ആയിട്ടുള്ള ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, ഇതിൽ വരുന്ന മാറ്റങ്ങളാണ് അടുത്ത പറയാൻ പോകുന്നത്. ഐ, യു, ദേ, വി വരുമ്പോൾ വർക്ക് ഉപയോഗിക്കും. ഹി, ഷീ, ഇറ്റ് വരുമ്പോൾ വർക്ക്സ് ഉപയോഗിക്കും. അവസാനം ഒരു എസ് ആഡ് ചെയ്യും. ഈ ഒറ്റ മാറ്റം ഇതിൽ വരുള്ളൂ. ഇതിൻ്റെ മീനിങ് വരുന്നത് ഞാൻ സാധാരണയായിട്ട് വർക്ക് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത ടെൻസാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഒരു എക്സാമ്പിളാണ് ഐ ആം വർക്കിംഗ്. ഇതിൽ ഒരു വ്യത്യാസം വരുന്നത് വെർബിൻ്റെ ING ഫോമാണ് ഇതിൽ ഉപയോഗിക്കുക. വർക്കിൻ്റെ ING ഫോം എന്താണ്? വർക്കിംഗ്. അതിൻ്റെ കൂടെ ഒരു ഓക്സിലറി വെർബും ആഡ് ചെയ്യും. ഐ ആം വർക്കിംഗ്. ഈ ആം ഇവിടെ നിർബന്ധമായിട്ടും ചേർക്കണം, ഈ ഓക്സിലറി വെർബ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ മനസ്സിലായല്ലോ. വെർബിൻ്റെ ING ഫോമാണ് ഇവിടെ ഉപയോഗിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ആം വർക്കിംഗ്. ഐ വരുമ്പോൾ ആം യൂസ് ചെയ്യും. ഐ ആം വർക്കിംഗ്. യു, ദേ, വി വരുമ്പോൾ ആർ ഉപയോഗിക്കും. യു ആർ വർക്കിംഗ്, ദേ ആർ വർക്കിംഗ്, വി ആർ വർക്കിംഗ്. യു, ദേ, വിക്ക് ആർ വരും. ഇനി ഹി, ഷീ, ഇറ്റ് വരുമ്പോൾ ഈസ് വരും. ഹി ഈസ് വർക്കിംഗ്, ഷീ ഈസ് വർക്കിംഗ്, ഇറ്റ് ഈസ് വർക്കിംഗ്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്.